ചങ്ങനാശ്ശേരി പോപ്പിനോട് പറയാനുള്ളത് ഇങ്ങനെ വേണം കാര്യങ്ങൾ കാര്യം ചെയ്യാൻ. ഇന്ത്യൻ രാഷ്ട്രപതിയോ ഇന്ത്യൻ്റെ വൈസ് പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഒക്കെ കേരളത്തിലൊരു പരിപാടിക്ക് വരിക, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു പരിപാടിക്ക് വരികയാണെങ്കിൽ അവിടെ കൂടെ വന്നൊരു പുഷ്പാർച്ചന നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് സമ്മതിക്കരുത്. ഒരു കാരണവശാലും സമ്മതിക്കരുത്. കാരണം മന്നത്താചാര്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ സ്വത്താണല്ലോ. നായർ കമ്മ്യൂണിറ്റിയുടെ പോലും സ്വത്തല്ല. മന്നത്താചാര്യൻ എന്ന് പറയുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാചാര്യൻ. മന്നത്ത് അദ്ദേഹത്തിൻ്റെ പേരിലെ നായർ പോലും അദ്ദേഹം കളഞ്ഞ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി ആർ ശങ്കർമാർ ചേർന്ന് ഹിന്ദു മണ്ഡലത്തിൻ്റെ യോഗം 1949 നടത്തി. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, അത് വേറെ വിഷയം. സവർണ ജാഥ എന്ന പേരിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സവർണനെയും അവർണനെയും സകല പേരെയും സംഘടിപ്പിച്ചുകൊണ്ട് ജാഥ നടത്തി. തിരുവിതാംകൂറിലെ രാജാവിനെ കൊണ്ട് ഉത്തരവിറക്കിച്ച് ക്ഷേത്രപ്രവേശന വിളംബരത്തിനുള്ള വലിയ തോതിലുള്ള സാമൂഹ്യ നവോത്ഥാനം കൂടെ നടത്തിയിട്ടുള്ള നായകനാണ്, നേതാവാണ്, ആചാര്യനാണ് മന്നത്ത് പത്മനാഭൻ. നിർഭാഗ്യവശാൽ അദ്ദേഹം നായർ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത തെറ്റ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയെ കുറ്റം പറയുന്നതല്ല. ഒരു നേതാവ് നമുക്കുണ്ടായാൽ, ഒരു നവോത്ഥാന നായകനുണ്ടായാൽ, ഒരു ആചാര്യനുണ്ടായാൽ, ഒരു സന്യാസി ഉണ്ടായാൽ, ഒരു സ്വാമി ഉണ്ടായാൽ, ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഉണ്ടായാൽ, പിന്നെ അവരെ ജാതിക്കകത്ത് ചവിട്ടിക്കൂട്ടി ഇട്ടിരിക്കുന്നത് എന്ത് തോന്നിയവാസമാണ്. ശരി, NSSൻ്റെ ആസ്ഥാനത്ത്, നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് മന്നത്താചാര്യൻ്റെ സമാധിയുണ്ട്, സന്തോഷം, അത് നിങ്ങൾ വച്ചു, സമുദായം എന്നുള്ള നിലയിലാണ് നമ്മൾ ആദരിക്കുന്നത്. എന്നാലും അവിടെ പൊതുജനങ്ങൾക്ക് വരാനും, പ്രത്യേകിച്ച് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ്? നിങ്ങൾക്ക് എത്ര ചെറിയ നോട്ടീസ് കിട്ടിയാലും, നിങ്ങൾക്കൊരു ഫോൺ കാൾ കിട്ടിയാൽ, എന്തായാലും നിങ്ങളെ വിളിക്കാതെ ഒരു നോട്ടീസ് ഫയലൈസ് ചെയ്യത്തില്ലല്ലോ. നിങ്ങളെ അറിയിക്കാതെ, ഒരു ഫോൺ കാളിലൂടെയെങ്കിലും നിങ്ങളെ അറിയിക്കാതെ രാഷ്ട്രപതി ഭവനിൽ നിന്നൊരു പരിപാടി വരില്ലല്ലോ. ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് വന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ പത്രവാർത്തയായിട്ട് പലതും ലീക്ക് ചെയ്ത് വരും, പിന്നീട് അറിയിക്കത്തുള്ളായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനൊരു വാർത്ത കണ്ടു, ശരിയാണോ എന്നറിയുകയും വരണം എന്ന് പറയുകയും ചങ്ങനാശ്ശേരി SB കോളേജിൽ വരുന്ന, ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗത്ത് വരുന്ന വൈസ് പ്രസിഡന്റിന് ഇവിടെ വന്ന് ഒന്ന് ഇതിട്ടിട്ട് പോയാൽ, പുഷ്പാർച്ചന നടത്തിയിട്ട് പോയാൽ അത് BJPക്കും സംഘപരിവാറിനും രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സംഘപരിവാറിൻ്റെയും BJPയുടെയും അല്ല. രാധാകൃഷ്ണൻ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് പ്രധാനപ്പെട്ട നമ്മുടെ രാധാകൃഷ്ണൻ. അത് മനസ്സിലാക്കുക. നമ്മുടെ മുർമു എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്, അല്ലാതെ BJPയുടെ പ്രസിഡൻ്റ് അല്ല. BJP നോമിനേറ്റ് ചെയ്തതായിരിക്കും, പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അല്ലാതെ CPMൻ്റെ മുഖ്യമന്ത്രി അല്ല. ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ പിന്നെ രാഷ്ട്രീയ ചായ്വുണ്ടെന്ന് വെക്കാം. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എന്ത് രാഷ്ട്രീയ ചായ്വാണുള്ളത്? സുകുമാരൻ നായർ സാറേ, ഇതൊരു ഒന്നൊന്നര കടുത്ത തീരുമാനമായി പോയി. എന്താണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? പിണറായി വിജയനെ സുഖിപ്പിക്കലാണോ അതോ കോൺഗ്രസിനെ സുഖിപ്പിക്കലാണോ? കോൺഗ്രസുമായിട്ട് നിങ്ങൾ ടൈപ്പ് അല്ല, പിണറായി വിജയനുമായിട്ടൊരു ടൈപ്പ്. എന്താണ് താങ്കളെ മോട്ടിവേറ്റ് ചെയ്തത്? അത് പറയണം. കാരണം ഒരു തട്ടുകട ഒരാൾ തുടങ്ങിയാൽ പോലും അത് പബ്ലിക്ക് കൂടി കാണുന്നൊരു തട്ടുകടയാണെങ്കിൽ അവർ വരികയാണെങ്കിൽ അവർക്ക് ഒരു അഭിപ്രായമുണ്ടാവും. ഇപ്പം NSSൻ്റെ കാര്യത്തിൽ നായന്മാർ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി, മറ്റൊരാളും ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല. കാരണം മന്നത്താചാര്യൻ എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ മാത്രം സ്വത്തല്ല. അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടിയും പൊതു കാഴ്ചപ്പാടിന് വേണ്ടിയും ഹിന്ദു സമൂഹത്തിന് വേണ്ടിയും ചെയ്തിരിക്കുന്ന പണി ചെറുതല്ല. അത് ആർ ശങ്കറുമായി ചേർന്നും അന്നുണ്ടായിരുന്ന മറ്റ് നേതാക്കളുമായി ചേർന്നും മറ്റ് ശൈവവെള്ളാള സഭയുടെ നേതാക്കളുമായി ചേർന്നും ഈഴവ സഭയുടെ നേതാക്കളുമായി ചേർന്നും SNDPയുടെ നേതാക്കളുമായി ചേർന്നും ഒക്കെ വലിയ ഹൈന്ദവ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തിൽ വരുന്ന താങ്കളെപ്പോലെയുള്ള ആളുകൾ വളരെ കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പണിക്കരുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. സുകുമാരൻ നായർക്ക് ഒരു പ്രത്യേകതരം പിടിവാശിയാണ്
എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് യാതൊരു ധാരണയുമില്ലാതെ പോകുന്ന, പലപ്പോഴും പറയുന്നതല്ല, ഒരിക്കൽ പറയുന്നതല്ല, പിന്നെ പറയുന്നത്, പിന്നെ പറയുന്നതല്ല, അതിനുശേഷം പറയുന്നത്, അങ്ങനെയുള്ള ഒരുപാട് വൈകല്യങ്ങളുള്ളൊരു നേതാവായി ഒരാൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഇരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പ്രസ്ഥാനത്തിനും ആ സമുദായത്തിനും അപമാനമല്ലേ എന്ന് അവർ ആലോചിക്കണം. നമുക്ക് അങ്ങനത്തെ അഭിപ്രായമില്ല. അവരുടെ സമുദായ സംഘടനയ്ക്കകത്ത് ആരെ നേതാവാക്കണമെന്ന് സമുദായ സംഘടന തീരുമാനിക്കട്ടെ. പക്ഷേ ഇത്തരം പൊതു തീരുമാനങ്ങൾ വരുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും അഭിപ്രായം പറയേണ്ടി വരും. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിൻ്റെ അസ്പൃശ്യത്വം എന്താണ്? ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ദളിതനാണോ, അതോ അദ്ദേഹം മറ്റേതെങ്കിലും താഴ്ന്ന സമുദായത്തിൽ ജനിച്ച ആളാണോ, വഴിമാറി നടക്കേണ്ട ആളാണോ? നായർ സമുദായത്തിനും NSSൻ്റെ ചങ്ങനാശ്ശേരിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളാണോ? എന്താണ്? അതോ രാഷ്ട്രീയമാണോ? അദ്ദേഹം നേരത്തെ RSSൻ്റെയൊക്കെ പ്രചാരകനായിരുന്നതാണോ അദ്ദേഹത്തിൻ്റെ കുറ്റം? എന്താണ് രാധാകൃഷ്ണൻ്റെ കുറ്റം? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ നിങ്ങളെ സമയത്ത് അറിയിക്കാത്തതാണോ? അറിയിക്കാത്തതാണെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു നേതാവാണ് ഇതുപോലെ വരികയാണെങ്കിലോ, തിരിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു അരമനയിലോ ഇതുപോലെ ഈ രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പോകാമെന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുകയും എല്ലാ ആതിഥേയ മര്യാദയോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്യുമായിരുന്നു ക്രിസ്ത്യൻ സമൂഹം എന്നുള്ളത് കൂടി താങ്കൾ തിരിച്ചറിയണം. നിർഭാഗ്യവശാൽ താങ്കൾ ഇത് ചെയ്യുന്നില്ല എന്നുള്ള മാത്രമല്ല, അതിനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് NSSന് മാത്രമല്ല അപമാനം, കേരള സമൂഹത്തിനാകെ അപമാനമാണ്. അത് താങ്കൾ കല്ലിനും മുള്ളിനും പല്ലിനും ഒന്നും പരുക്കില്ലാത്ത രീതിയിൽ താങ്കൾ അത് കൈകാര്യം ചെയ്യണമായിരുന്നു. അത് കൈകാര്യം ചെയ്ത് വഷളാക്കി എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ. എന്തേ CP രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അവിടെ വന്ന് കുറച്ച് പുഷ്പമെടുത്ത് മന്നത്താചാര്യൻ്റെ സമാധിയിലേക്ക് അർപ്പിച്ചാൽ BJPക്ക് കേരളത്തിൽ വോട്ട് കിട്ടുമോ? അങ്ങനെ നോക്കിയിട്ടാണോ BJPക്ക് വോട്ട് കൊടുക്കുന്നത്? ആളുകൾ വോട്ട് കൊടുക്കുന്നത്, പൊതുസമൂഹം വോട്ട് കൊടുക്കുന്നത് മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ ആചാര്യൻ ആരാണ് പുഷ്പം സമർപ്പിച്ചത് അവർക്ക് നമ്മൾ വോട്ട് കൊടുത്തു കളയാം എന്ന് വിചാരിച്ച് വോട്ട് കൊടുക്കുന്നതാണോ? അല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് അനുവദിച്ചില്ല? ആരാണ് നിങ്ങളുടെ ബുദ്ധി കേന്ദ്രം ആരാണെന്നുള്ളതറിയാൻ വളരെ കൗതുകമുണ്ട്. എന്തായാലും പോപ്പിൻ്റെ ആ തീരുമാനം ഉചിതമായില്ല. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അല്ല നിങ്ങളെ അപമാനിച്ചിരിക്കുന്നത്, ഈ ഇന്ത്യ മഹാരാജ്യത്തെയാണ്.